ഇന്നെന്റെ കാവിൽ പന്തലു കെട്ടണടാ. അമ്മ ഭഗവതി ഇന്നെന്റെ കാവിൽ പന്തലിൽ വാഴണടാ. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഇന്നെന്റെ കാവിൽ പന്തലു കെട്ടണടാ. അമ്മ ഭഗവതി ഇന്നെന്റെ കാവിൽ പന്തലിൽ വാഴണടാ. പള്ളത്തു നിക്കണ കല്ലമൂള വെട്ടി നാലുകാലോല പന്തൽ. കൊടുങ്ങല്ലൂരമ്മയ്ക്കും ഇന്നെന്റെ കാവിൽ കുരുത്തോല പന്തലിട്ടേ. ആരിയം നെല്ലിന്റെ അരിപ്പൊടി കൊണ്ടല്ലേ വട്ടക്കളം വരച്ചേ. കൊടുങ്ങല്ലൂരമ്മയ്ക്കും ഇന്നെന്റെ കാവിൽ 5 കതിരും കെട്ടി. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഇന്നെന്റെ കാവിൽ പന്തലു കെട്ടണടാ. അമ്മ ഭഗവതി ഇന്നെന്റെ കാവിൽ പന്തലിൽ വാഴണടാ. ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै श्री गुरवे नमः. ब्रह्मण द्वितीय वराह कल्पे सावर्णिक कलियुगे कलि प्रथमचरणे जम्बुद्वीपे भारतवर्षे भरतखण्डे मेरोः व्यवहारिके चान्द्र सौरमानेन प्रभवादि षष्टि संवत्सराण मध्ये उत्तरायण पुण्यकाले मेढमासे मघीरं नक्षत्रयुक्तायां पुण्यदिने शैवगोत्रोत्पन्न तिरुत्तोळि मुरक्षेत्रे अस्माकं कुलदेवतायाः सन्निधौ आचार्येण क्रियमाणं गणपतिभवने अस्माकं सर्वेषां तथा च ग्रामवासिनां तथा च मम कुटुम्बानां सपरिवाराणाम् आयुरारोग्य प्राप्त्यर्थम् अष्टैश्वर्य सिद्ध्यर्थं महागणपते प्रसीद प्रसीद प्रसीद. समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा.
सूर्यकोटिसमप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा वक्रतुण्डमहाकाय 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 सूर्यकोटिसमप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा സന്താനങ്ങൾക്കും കർമ്മ വ്യാപാര അഭിവൃദ്ധി പ്രദാനം ചെയ്യാൻ ആ ദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് ഗുരുദേവൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും പ്രാപ്തമാകണം. എല്ലാത്തിൻ്റെയും ആദ്യം ഗുരുവാണ്. അതായത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും ഗുരുവോർ ബ്രഹ്മ ഗുരുവോർ വിഷ്ണു ഗുരു ദേവോ മഹേശ്വര. ഗുരുവാണ് ബ്രഹ്മാവും ഗുരുവാണ് വിഷ്ണു ഗുരുവാണ് മഹാദേവനും. അതാണ് ആ ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ. ഗുരുവിൽ അത് മൂന്നും അടങ്ങിയിരിക്കുന്നു. ആ ഗുരുപ്രാർത്ഥന അതിന് ഗുരുദേവനെ മനസ്സിൽ പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഉദ്ദേശിച്ച ആ ദേവിയുടെ പ്രതിഷ്ഠ മുത്തപ്പൻ്റെയും കൃഷ്ണമാരുടെയും പുനഃപ്രതിഷ്ഠ ചടങ്ങുകളും വിഘ്നങ്ങൾ കൂടാണ്ട് ഗുരുദേവന്റെ അനുഗ്രഹവും ഞങ്ങൾക്ക് പ്രാപ്തമാകണമെന്ന് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുത്ത് ദേവീ ദേവന്മാരുടെ അനുഗ്രഹം പ്രാപ്തമാകാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാരായണമൂർത്തേ പരമാചാര്യ ജനചിത്രങ്ങൾ ഇണക്കി മഹാദഹിതം നിൻമുഖമോൾ ശ്രീ ഗുരുമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ഗുരവേ നമഃ. ഓം വാണി ഹിരണ്യഗർഭാഭ്യാം ഓം ഇന്ദ്രാദി ഗത ദിക്പാലദേഭ്യോ നമഃ. ഓം സൂര്യാദി നവഗ്രഹഭ്യോ നമഃ. ബുദ്ധീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ മേലോകോ ദക്ഷിണാപാർശ്വേ ശകാബ്ദേ अस्मिन् वर्तमाने व्यवहारिके चन्द्र सौरमानेन प्रभवादि षष्ठी
സംവത്സരാണാം മധ്യേ ശുഭനാമ സംവത്സരേ ഉത്തരായണ പുണ്യകാലേ വൈശാഖ പുണ്യമാസേ സകുടുംബാനാം ക്ഷേമ ആയുരാരോഗ്യ ഐശ്വര്യ ധൈര്യ ബലവീര്യ നർമാർത്ഥ കാമമോക്ഷ ബല പ്രാപ്ത സിദ്ധ്യർത്ഥം ഞങ്ങൾ ആ കുലദൈവ ദേവിയുടെ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയിലും മുത്തപ്പൻ വിഷ്ണുവായുടെ പ്രതിഷ്ഠയിലുള്ള സർവ്വത വിഘ്നങ്ങളും ദോഷങ്ങളും പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുള്ള സർവ്വവിധ ദോഷങ്ങളും ഇപ്പോൾ ചെയ്യുന്ന മൃത്യുഞ്ജയനത്തിൻ്റെ ശല്യം നമ്മന്ന് ഞങ്ങളുടെ കുടുംബാദികൾക്ക് മൃത്യു അപമൃത്യു അകാല മൃത്യു സർവ്വവിധ മൃത്യു രോഗങ്ങളും അപകടങ്ങളും അനാഥങ്ങളുടെ സർവ സൂര്യാദി ഗ്രഹങ്ങളുടെ പിഴവ് കൊണ്ട് വരുന്ന നവഗ്രഹങ്ങളുടെ പിഴവ് കൊണ്ട് വരുന്ന സർവ്വവിധ ദോഷങ്ങളും ഞങ്ങളിൽ നിന്നും കുടുംബസ്ഥാനത്തിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കർമ്മവ്യാപാര സ്ഥാനത്തിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞ് അമൃത്തിൻ്റെ സാന്നിധ്യം വന്ന് മഹാദേവൻ ഞങ്ങൾക്ക് ആരോഗ്യത്തെയും ഐശ്വര്യത്തെയും വിദ്യയെയും ബുദ്ധിയെയും ആ കുലദൈവങ്ങളുടെ ചൈതന്യത്തിന് വേണ്ടി അഭിവൃദ്ധിയും പ്രദാനം ചെയ്ത് മഹാദേവൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ശിരസിൽ 3 പ്രാവശ്യം കുടിയ അത് നേർക്ക് കയ്യിൽ നിലപ്പിടിക്കുക അത് 12 രൂപ ആ നമശിവായ എന്ന് ജപിക്കുക 12 രൂപ ഞാൻ ജപിച്ച അതോടുകൂടി നിങ്ങളും ജപിക്കാം ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ. കടലേഴും മായ കൈക്കുമ്പിലാക്കി പുളിയംപുള്ളിയിൽ വന്നിരുന്ന് 1 കോടി മായം പല കോടി രൂപം ഞൊടിയിൽ മായകൾ കാട്ടിടുന്നു. കടലേഴും മായ കൈക്കുമ്പിലാക്കി പുളിയംപുള്ളിയിൽ വന്നിരുന്ന് 1 കോടി മായം പല കോടി രൂപം മായകൾ ശങ്കരൻ മകനെ പാർവതി മലരെ വിഷ്ണുമായേ സ്വാമി കോളിവക പോറ്റി വളർത്തിയ പൊന്നുണ്ണീമായേ വലപ്പാട് സാഗര തീരെ സങ്കടനാശകനായി പുളിയംപുള്ളി വാഴുന്നൊരുണ്ണി വിഷ്ണുമായ സ്വാമി കാളിയമ്മ കൂട്ടാണ് നേര് കാക്കും തീയാണ് ഉള്ളു നിറഞ്ഞ് കള്ളമൊഴിച്ച് ഒന്നു വിളിച്ചാൽ ശ്രീമായേ നൊന്തു വിളിച്ചാൽ വീരോടെ നിർവഴി കാട്ടും എൻ സ്വാമി ശങ്കരൻ മകനെ പാർവതി മലരെ വിഷ്ണുമായേ സ്വാമി കൂളിവക പോറ്റി വളർത്തിയ പൊന്നുണ്ണി സ്വാമി കരിനാഗങ്ങൾ ഭൂഷണമാക്കിയിടും വന്മല പോലും അവൻ നമ്മനമാടിയിടും തേടിയണഞ്ഞവരെ നെഞ്ചോട് ചേർത്തിയിടും വച്ചൊരു കാലടി നിന്നിടലായിടും ഹൃദയലാളിതനേ സ്വാമി കരുണസാഗരമേ ഉദയ സൂര്യമുഖം സ്വാമി കനകകാന്തിമയം മൊഴികളായിരം ജപങ്ങളായിരം മാല കോർക്കുമ്പോൾ പവിഴമണി
മണിമുത്തേ പുളിയാം പുള്ളി ശ്രീമായേ ശങ്കരൻ മകനേ പാർവതി മലരേ വിഷ്ണുമായേ സ്വാമി പുളിവക പോറ്റി വളർത്തിയ പൊന്നുണ്ണി സ്വാമി കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട് എരിവെറ്റിയ ഒറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ് ജടകെട്ടിയ കാർമുടിക്കെന്തിന് മുല്ലപ്പൂമലര് കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ് തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീയടങ്ങ് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട് നാലട്ടും പൊട്ടിയടരും പടക്കോപ്പുകൾ കൂടുന്നേ ഈ കലികാലത്തിൻ പോർക്കലി തീർപ്പാൻ ശ്രീനകലി നീ വേണം കുടിതാളത്തിലാടിയ താരന്റെ ഈ മകളെ ശ്രീ കുറുമ്പേ ഈ മകളെ ശ്രീ കുറുമ്പേ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട് വരിനെല്ലരിഞ്ഞ് പനം വായിലുണക്കി ആറ്റുമ്പോൾ രണഭൂതലത്തിൽ കൊടും വൈരിയ കാലനെറിഞ്ഞോളെ വരിനെല്ലരിഞ്ഞ് പനം വായിലുണക്കി ആറ്റുമ്പോൾ രണഭൂതലത്തിൽ കൊടും വൈരിയ കാലനെറിഞ്ഞോളെ
പെണ്ണിൻ കണ്ണെടുത്ത് 100,000 പൊന്നുരച്ചാലും മാറ്റു നിന്നഴക് വരി നെല്ലരിഞ്ഞ് പനം വായിലുണക്കി ആറ്റുമ്പോൾ രണഭൂതലത്തിൽ കൊടും വൈരിയ കാലനെറിഞ്ഞോടെ പകമൂന്നിയ നാട്യവിലാസം, പകയോടെ നീയാടി കലാശം, വലങ്കാറ്റിലും തെക്കോട്ടു പോളോളെ കുടിയാടി കാവിലതേറിട്ട് കാന്തി പകത്തോളെ കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട് എരിവെറ്റിയ ഒറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ് ജടകെട്ടിയ കാർമുടിക്കെന്തിന് മുല്ലപ്പൂ മലര് കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ് തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീയടങ്ങ് ഇതുപോലൊരു പെൺമണി വേണം, മകളായവൾ വന്നിറങ്ങേണം, എരികേടുകൾ വെട്ടിയഴിച്ചവൾ ആടിത്തളിയേണം, നായകിയായവൾ നാടി കൺമണിയാകേണം. പ്രാസാദ പരിഗ്രഹമാണ് ചടങ്ങ്. നമ്മൾ ശില്പികളൊക്കെ ഏൽപ്പിച്ചു, അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ഇപ്പോൾ ഇന്ന് ഈ പ്രതിഷ്ഠാസ്ഥാനമൊക്കെ നിശ്ചയിച്ച് പീഠം ഉറപ്പിച്ച് ഇനിയിപ്പം നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരാമെന്നുള്ളതാണ് ശില്പികളുടെ ഭാഗത്തുള്ള ഒരു ഡ്യൂട്ടി. അതാണ്
അപ്പോൾ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് വലിയ ക്ഷേത്രമായാലും ചെറിയ ക്ഷേത്രമായാലും ക്രമമൊക്കെ ഒന്ന് തന്നെയാണ്. യജമാനുണ്ടാവണം, ആചാര്യനുണ്ടാവണം, ശില്പി ഉണ്ടാവണം. അപ്പോൾ ശില്പികൾ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് യജമാനന്മാരായി നിങ്ങളെ ഏൽപ്പിക്കുകയും നിങ്ങളത് പ്രതിഷ്ഠയ്ക്കായിട്ട് തന്ത്രി ആചാര്യനെ ഏൽപ്പിക്കുകയും ആചാര്യൻ പ്രതിഷ്ഠ കഴിച്ച് അതിൻ്റെ പതിവൊക്കെ നിശ്ചയിച്ച് ആരാധനായോഗ്യമാക്കി നിങ്ങളെ തന്നെ തിരിച്ചേൽപ്പിക്കുന്ന ചടങ്ങിൻ്റെ പ്രാരംഭ നടപടിയായിട്ടാണ് ഈ ക്ഷേത്രം ശില്പികളിൽ നിന്ന് ഏറ്റുവാങ്ങുക. അപ്പോൾ ശില്പികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ഥപത്യാദി ശില്പികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ രൂപകൽപ്പന ചെയ്യുന്ന ആൾ തുടങ്ങിയിട്ട് അതിന് വരുന്ന എല്ലാ പണിക്കാർക്കും അതിൻ്റേതായ നിലയ്ക്ക് പ്രദക്ഷിണങ്ങളൊക്കെ കൊടുത്ത് അവരിൽ നിന്ന് സന്തോഷമായിട്ട് ഏറ്റുവാങ്ങുക. നിർമ്മാണ അവസരങ്ങളിൽ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടൊക്കെ എന്തെങ്കിലും നമുക്കൊക്കെ പണിക്കാരോട് എന്തെങ്കിലും തോന്നുകയോ പണിക്കാർക്ക് തിരിച്ചും തോന്നുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലെല്ലാം ഭഗവതി സംരക്ഷണം ക്ഷമ പറഞ്ഞുകൊണ്ട് എല്ലാ കുടുംബക്കാർക്കും വേണ്ടിയിട്ട് ഈ ക്ഷേത്രം ഏറ്റെടുക്കും. അതാണ് ചതുർത്ഥം. ആദ്യമൊന്നും ഗുരുവേ പറഞ്ഞവരല്ലേ ഗുരുസങ്കല്പം പ്രാർത്ഥിച്ചാൽ പറയിക്കുന്നത്. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു സാക്ഷാത് പരം ബ്രഹ്മ. നമ്മുടെ മുത്തപ്പനൊക്കെ മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ സമാജിയുള്ള പണിയൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് നേരത്തെ നമുക്ക് പ്രതിഷ്ഠിച്ച് എല്ലാ ദേവീദേവന്മാരെയും നല്ലോണം മനസ്സിൽ പ്രാർത്ഥിച്ചു. ആ വിളക്കിൻ്റെ താഴത്തേക്ക് ഗണപതിയെ പ്രാർത്ഥിക്കുക, നിർമ്മാണാദി ദേവതയെ വിശ്വകർമ്മയെ പ്രാർത്ഥിക്കുക. ഏതസേവം നിർവിഘ്ന പരിസമാപ്ത്യർത്ഥം പ്രപഞ്ചശക്തിസ്വരൂപി വിശ്വകർമ്മ ഭഗവാൻ സർവദാ അനുഗ്രഹണാതു. ക്ഷേത്രസ്യ സ്ഥപതി സതീശനാചാര്യനാമാഹം മയി സമർപ്പിതം പ്രാസാദ നിർമ്മാണം നാമ സർഗാത്മകക്രിയ അത്ര സമ്പൂർണ്ണം കരിഷി. മാതാശില്പി പിതാശാസ്ത്രം ഇതി ശാസ്ത്രേണ പഞ്ചഭൂതാനി യഥോചിതം വിന്യസ്യ തൽക്കർമ്മം നിർവഹതി. സൃഷ്ട ആരഭ്യോ പ്രാസാദപരിഗ്രഹം താവത് സംവൃത്താനാം ശില്പിഗണൈ സദൈവോ വിശ്വകർമ്മ സർവദാ അനുഗ്രഹമാണ്. മനസാ വാചാ കർമ്മണ ശില്പിഗണാൻ സംവൃത്താൻ ദോഷാൻ ക്ഷമസ്വ ഭഗവാൻ. മനസാ വാചാ കർമ്മണ ശില്പിഗണാൻ ഞാനത് തപസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കത് ഏൽപ്പിച്ചു തരുന്നതായിട്ട് എല്ലാ കുടുംബക്കാർക്കും എല്ലാവർക്കും വേണ്ടി ക്ഷേത്രം
നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി. രണ്ടേ കൊണ്ട് കൂടിക്കോ മേടിച്ചാൽ രണ്ടേ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഇതും കാക്കോട് ദേവിര ഇത് തന്നെയാണ് അത്. അങ്ങനെ ആവട്ടെ. അപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബാദികൾക്കൊക്കെ എല്ലാവിധ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. നാനാദേശേഷു ദേവചൈതന്യം അനുഗ്രഹ വർഷം സർവൈശ്വര്യവും സർവദാ അനുഗ്രഹണം. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ശാന്തി ശാന്തി ശാന്തി. ദേവജാക്ഷത്ര രവീന്ദ്രനാഥ ശർമ്മണ സഹോദര കുടുംബാധീനം കുലദൈവ ക്ഷേത്ര പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് ദേവിയുടെയും മുത്തപ്പൻ്റെയും ഭിക്ഷമായുടെ അനുഗ്രഹം പ്രാപ്തമാകുന്നു. ഓം ശ്രീയോ നമ വിഷ്ണുമായ നമ. ദേവി നാരായണ ദേവി നാരായണ നിങ്ങളെ വീട്ടുപേര് തിരുത്തോളയിൽ ദേവനക്ഷത്ര രവീന്ദ്രനാഥ ലഗ്നസ്യ മമ സന്താനസ്യാനാം സഹോദര ചിത്രനക്ഷത്ര അശോകൻ ധർമ്മണലഗ്നസ്യ ലഗ്ന കളത്ര സന്താനസ്യാനാം അച്യുനക്ഷത്ര ജാതസ്യ നാരായണൻകുട്ടി ധർമ്മണലഗ്നസ്യ ലഗ്ന കളത്ര സന്താനസ്യാനാം മമ സഹോദരപുത്ര ചോദ്യനക്ഷത്ര അമർനാഥ് ശർമ്മണലഗ്നസ്യാനാം കുലദൈവ പ്രതിഷ്ഠയ്ക്കായിക്കൊണ്ട് ആ ക്ഷേത്രം തന്ത്രിന ക്ഷേത്ര പ്രതിഷ്ഠ ഏൽപ്പിക്കുന്നു സങ്കല്പിച്ചു കണ്ട് ആ പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവിഘ്നം മുത്തപ്പൻ്റെയും ഗുരുദേവൻ്റെയും അനുഗ്രഹം കൊണ്ട് ആ പ്രതിഷ്ഠാദി കർമ്മങ്ങൾ നിർവിഘ്നം പ്രാപ്തമാക്കി തന്ന് ഞങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഐശ്വര്യവും ദേവിയുടെ അനുഗ്രഹം പ്രാപ്തമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ സർവമയാമയേ ശക്തി മഹേശ്വരി ശ്രീ ഭദ്രകാളി ദേവി സർവങ്ങളും തരുവേണമേ. അത്തരാം ആർത്തരാം ശക്തി വിഘ്നരാം ഞങ്ങൾക്ക് ആലംബനം മറ്റാരുമില്ല പ്രകൃതി രക്ഷരക്ഷ. ശരാചരണം അവരൊക്കെ വലിയ ആശയുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു അമ്പലം പടങ്ങി ദേവിയെ എനിക്ക് രക്ഷ ചെയ്യണമെന്നുള്ളത്. ആ ആശ ദേവിയുടെ കാര്യം കൊണ്ടും നിങ്ങളുടെ മക്കളുടെ പ്രവൃത്തി കൊണ്ടും സാധിച്ചു തന്നതിന് ദേവി ഇതേപോലെയുള്ള വർഷത്തോറും ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയൊക്കെ ദേവി പ്രദാനം ചെയ്ത് തന്ന് അനുഗ്രഹിക്കണം. ആ മറ്റേ പുണർതന്നാളിലും പുണർതന്നാളിലുള്ള അർത്ഥദിശയ്ക്ക് ദേവിയുടെ ജലാധിപത്യത്തിന് ബിംബത്തിന് ബിംബ പരിഗ്രഹം ഇതിന് ബിംബം തന്ത്രനയിപ്പിക്കുന്നതാണ്. അങ്ങോട്ട് കൊടുക്കാം.
ജയിക്കുക മഹാദേവാദീനാപരായണ ജയിക്കുക ചിദാനന്ദ ജയിക്കുക ആഴമേറും നിമ്മസാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം. കിലുക്കിലുങ്ങനെ കിലുങ്ങണ് കുറുവടി കിലുങ്ങണ് കടും തുടിയിലായി മുഴങ്ങണ് മായക്കാരനൊരുങ്ങണ് കളരി വിഷ്ണുമായ ഇരിക്കുന്ന സന്നിധി ആപത്തിലായുധമായി ആദിമായയിൽ തീർക്കുന്നൊരുണ്ണി നീ മുക്കണ്ണൻ മുപ്പാരിലേകിയ മായയെ പൊന്നുണ്ണി വിഷ്ണുമായേ ത്തിന്റെ മേലെ മട്ടിലായി ചമഞ്ഞൊരുങ്ങി കൂട്ടിനുണ്ടേ കരിങ്കുട്ടി ചാത്താനൊത്തൊരുമിച്ചിറങ്ങി ചെന്തെങ്ങി മുറ്റിയ കള്ളം നളന്ന് കളം നിറഞ്ഞാടേണം പണ്ട് പരമേശന് പൂതിയായി കൊണ്ട് കൂളിവാക പെണ്ണ് വേണം ഗിരിശങ്കരനൊത്തിണങ്ങാനായി പാർവതി മാതാവ് മായയായി കൂളിയായി പൊന്നുണ്ണി വിഷ്ണുമായ ലഗ്ന സാന്നിധ്യം നമ്മൾ നോക്കിയത് ഈ പഴയ ഉപാധിയിൽ നമ്മൾ ആരാധിച്ചിരുന്ന വിഷ്ണുവായ സ്വാമിയും അതേപോലെ തന്നെ മുത്തപ്പനെയും നമ്മൾ പുതിയ ഉപാധിയിലേക്ക് ആവാഹിക്കുന്നതിന് മുമ്പായിട്ട് ജീവകലശത്തിലേക്ക് ആവാഹിച്ചു. അത് സാന്നിധ്യം വന്നോന്നാണ് നോക്കിയത്. ഈ സാന്നിധ്യം നോക്കുന്നത് 12 രാശികളിൽ 3 രാശികളെ കൊണ്ട് മാത്രമാണ്. അതായത് ലഗ്നം, പഞ്ചമം, അഷ്ടമം ഇങ്ങനെ 3 രാശികൾ 12 രാശികളിൽ ഈ 3 രാശികൾ മാത്രം വന്നാലാണ് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നോക്കിയപ്പോൾ തന്നെ സ്വാമിയെ നോക്കി ലഗ്ന സാന്നിധ്യം പറഞ്ഞു. ലഗ്നം എന്ന് വെച്ചാൽ ഏറ്റവും ഉത്തമം എന്നാണ്. അപ്പോൾ ആ ലഗ്നത്തിലാണ് വിഷ്ണുവായ സ്വാമിയും വന്നത്. മുത്തപ്പനും അതേപോലെ തന്നെ ലഗ്നത്തിലാണ് വന്നത്. ഇപ്പോൾ ഭഗവതിയാണെങ്കിൽ ലഗ്നത്തിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പൂർണ്ണമായി ലഗ്ന സാന്നിധ്യം ഇനി വേറൊന്നും പറയാനില്ല. ഏറ്റവും ശ്രേഷ്ഠം ഏറ്റവും ഉത്തമം എന്ന് പറയും ആ ലഗ്ന സാന്നിധ്യമാണ് വന്നത്. വളരെ അതിശയമാണത്. ഇത്ര പെട്ടെന്നൊരു ഒഴിവ് കിട്ടുക എന്ന് പറയണതും അതൊരു വലിയ അതിശയം തന്നെയാണ്. സാധാരണ ഒരു സമയം നന്നായി നിങ്ങളുടെയൊക്കെ ഈശ്വരാധീനം അതേപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആരാധനയും നന്നായി സന്തോഷം. തീർച്ചയായും